2000-ന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്, അതായത് സിവിലിയന്മാർക്കെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി തൻ്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഡൽഹിയിൽ അല്പസമയം മുമ്പ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിമാനം പാലം എയർബേസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇന്ന് ശ്രീനഗർ സന്ദർശിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലവിൽ ശ്രീനഗറിൽ തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി വളരെ വൈകി അദ്ദേഹം ഈ കശ്മീരിലെ സുരക്ഷാ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് ആ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ അമേരിക്ക, പെറു തുടങ്ങിയ വിദേശ രാജ്യങ്ങളുടെ സന്ദർശനത്തിലായിരുന്നു. അവരും ഈ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ന് ഉച്ചയോടുകൂടി ഡൽഹിയിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഡൽഹിയിൽ തന്നെ ഉണ്ട്. ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ചേരുവാനാണ് സാധ്യത. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ഈ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, അതിനു പുറമെ NSA അജിത് ഡോവൽ എന്നിവർ ഉൾപ്പെടുന്ന ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ് യോഗം ചേരുവാനാണ് സാധ്യത. ആ യോഗത്തിലായിരിക്കും ഈ ഇന്ത്യ ഈ ഭീകരാക്രമണത്തിന് നൽകേണ്ട തിരിച്ചടി സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത് NIA അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. NIA സംഘാംഗങ്ങൾ പഹൽഗാമിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയേണ്ടതിന് ഭീകരർക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് രീതിയിലാണ് ഏകോപിപ്പിക്കുന്നത്? ഇന്നലെ ആദ്യം 3-അംഗ സംഘം, അത് കഴിഞ്ഞ് 7-അംഗ സംഘം എന്ന് കേട്ടിരുന്നു. ഇപ്പോൾ 6-അംഗ സംഘമാണ്. അവർ സൈനിക വേഷത്തിലാണ് എത്തിയതെന്ന് ആണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇവർക്കായുള്ള അന്വേഷണം ഏത് രീതിയിലാണ്? ആര്യ, ഈ അന്വേഷണം NIAക്ക് ഔദ്യോഗികമായി കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ ഭീകരാക്രമണമാണ്, അതുകൊണ്ട് തന്നെ NIAയുടെ അന്വേഷണം ആയിരിക്കും ഇതിൽ നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. NIA ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ ഈ പഹൽഗാമിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ജമ്മു കാശ്മീരിൽ ശ്രീനഗറിൽ ഉണ്ടായിരുന്ന NIA സംഘം പഹൽഗാമിൽ എത്തിയത്. ഡൽഹിയിൽ നിന്ന് ഒരു DIGയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഉന്നതതല സംഘം കൂടി, NIAയുടെ സംഘം കൂടി ശ്രീനഗറിൽ എത്തിച്ചേരുന്നതായിരിക്കും. അവർ കൂടി എത്തിയതിനു ശേഷമായിരിക്കും ഈ അന്വേഷണം ഔദ്യോഗികമായി ഏറ്റെടുക്കുക. കാരണം അത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങേണ്ടതായുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ ഇതാണ്. അതായത് 6 ഭീകരരായിരുന്നു ഈ പഹൽഗാമിലെ ആക്രമണ സമയത്ത് ഈ പഹൽഗാമിൽ ഉണ്ടായിരുന്നതെന്നാണ് എന്ന നിഗമനത്തിൽ അല്ലെങ്കിൽ എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൽ 4 ഭീകരരാണ് ഈ ടൂറിസ്റ്റുകൾക്കെതിരെ വെടി ഉതിർത്തത്. അതിൽ തന്നെ 2 ഭീകരർ വിദേശീയരാണ് എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്നും മറ്റും മനസ്സിലാകുന്നതെന്നാണ് ദൃക്സാക്ഷികൾ ജമ്മു കാശ്മീർ പോലീസിനും സൈന്യത്തിനും മൊഴി നൽകിയിട്ടുണ്ട്. അതായത് 6 പേരുണ്ടായിരുന്നു, അതിൽ 4 പേരാണ് വെടിയുതിർത്തതിൽ 2 പേർ ഈ വിദേശീയരാണ് എന്ന മൊഴിയാണ് ഈ ദൃക്സാക്ഷികൾ നൽകിയിട്ടുള്ളത്. AK-47 പുറമെ അമേരിക്കൻ നിർമ്മിതമായ M4 കാർബൈൻ അസോൾട്ട് റൈഫിളുകളും ഇവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഈ നേരത്തെ തന്നെ ഈ ജമ്മു കാശ്മീരിൽ ഈ സമീപകാലത്ത് ഈ കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്ന പല ഭീകരരുടെ കയ്യിലും ഈ M4 കാർബൈൻ അസോൾട്ട് റൈഫിളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാന്റെ ശക്തമായ പിന്തുണയോട് കൂടിയാണ് ഈ ആക്രമണം നടന്നതെന്ന ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത്. ഇതൊരു രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഒരു ഫെയിലിയർ ആണ്. അല്ലെങ്കിൽ ആളുകൾ വിലയിരുത്തുന്നുണ്ട്. പെഹൽഗാമിൽ നിന്ന് 6.5 കിലോമീറ്റർ ദൂരമാണ്. അത് കുത്തനെയുള്ള ഇറക്കമാണ്. അവിടെ കാൽനടയായി മാത്രമേ പോകാൻ കഴിയൂ, അല്ലെങ്കിൽ കുതിരപ്പുറത്ത്. അപ്പോൾ ഇതൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം കുറേ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രി രാജ്യത്തില്ല. മറ്റൊരു ഭാഗത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട്. അതോടൊപ്പം അമർനാഥ് തീർത്ഥയാത്ര തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പം കൃത്യമായി ആസൂത്രണം ചെയ്ത് കൃത്യമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരും.
തീർച്ചയായും ആര്യ പറഞ്ഞത് വളരെ ഒരു യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. കാരണം ജമ്മു കാശ്മീരിൽ ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരികയും ഭീകരവാദത്തെ പൂർണ്ണമായും ജമ്മു കാശ്മീർ ജനത തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. കാരണം ജമ്മു കാശ്മീരിൽ നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഈ ടൂറിസ്റ്റുകളുടെ വലിയ കുത്തൊഴുക്കാണ്. അവിടെ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായിരുന്നു. കാരണം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ഭീകരപ്രവർത്തനത്തിലേക്ക് വഴുതി വീണിരുന്നതെങ്കിൽ ഇന്ന് ഈ കശ്മീരിൽ ഈ ചെറുപ്പക്കാർക്കൊക്കെ വലിയ തോതിൽ തൊഴിൽ ലഭിക്കുന്നു. ഈ ടൂറിസം അവരുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായി വരികയൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കശ്മീരിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഈ ഭീകര ആക്രമണങ്ങൾ പോലും ഈ അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയായിരുന്നു. അതായത് നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിക്കുന്നു, അവിടെ ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടി നൽകുന്നു, അതിന് ചെറിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് ഒക്കെ ഈ ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെ ആ രീതിയിൽ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ മാത്രമായിരുന്നു ഈ അശാന്തി അല്പമെങ്കിലും ഉണ്ടായിരുന്നത്. ഈ ജമ്മു കാശ്മീരിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിയിരുന്നു. അവിടെ ജനജീവിതം സാധാരണഗതിയിൽ എത്തുന്നു. അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരായ ഇന്ത്യൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകൾക്കും മറ്റും വലിയ സ്വീകരണമായിരുന്നു ജമ്മു കാശ്മീരിലെ ജനത നൽകിയിരുന്നത്. അങ്ങനെ ഏതാണ്ട് ഈ സാധാരണ നിലയിലേക്ക് ജീവിതം എത്തുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഈ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്.